3 സുഹൃത്തുക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. നമ്മുടെ കഥ തുടങ്ങുന്നത് അതിൽ ഒന്നാമനായ ചീഹോയെ കാണിച്ചുകൊണ്ടാണ്. ചീഹോ ഒരു റിച്ച് ഫാമിലിയിലെ പയ്യനായതുകൊണ്ട് തന്നെ ചീഹോയ്ക്ക് അങ്ങനെ വലിയ ലക്ഷ്യബോധം ഒന്നും തന്നെ ഇല്ല. തല്ലിപ്പുളിത്തരം കാണിച്ച് നടക്കണം, പെൺപിള്ളാരെ വായി നോക്കണം, ലൈൻ അടിക്കണം എന്നിങ്ങനെ ഒരൊറ്റ ചിന്ത അവനുള്ളൂ. അവന്റെ സുഹൃത്താണ് നമ്മുടെ അടുത്ത താരം ഡോങ്കു. ഡോങ്കു വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു പയ്യനാണ്. അതുകൊണ്ട് തന്നെ അവൻ അതിന്റേതായ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നതിന്റെ ഉത്തരവാദിത്വം ഒക്കെ ഉണ്ട്. തൃപ്തിയായ വീടും അവന് നോക്കി വളർത്താനായി സഹോദരങ്ങളും, അങ്ങനെ വലിയൊരു ഉത്തരവാദിത്തം ഡോങ്കുവിന്റെ ചുമരിലുണ്ട്. മൂന്നാമനാവട്ടെ കിമ്മാണ്. ഒരു ഇടത്തരം കുടുംബത്തിലെ പയ്യനാണ് കിം. അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നല്ലൊരു ജോലിയൊക്കെ പഠനശേഷം നേടണം എന്നതാണെങ്കിലും അവൻ ആളൊരു ഉൾവലിഞ്ഞ പ്രകൃതമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളോട് സംസാരിക്കുന്നതിനെ പറ്റിയൊന്നും അവന് ചിന്തിക്കാൻ പോലും വയ്യ. എന്നിരുന്നാലും പ്രണയത്തിലൊക്കെ ഒരു താല്പര്യമുണ്ട്. അങ്ങനെ ഈ 3 വ്യത്യസ്ത സ്വഭാവങ്ങളും വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളുമുള്ള ഈ 3 പേരും കൂടി പ്രണയത്തിലാവുന്നുണ്ട്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ പ്രണയിക്കുന്നത് സെയിം പെൺകുട്ടിയാണ്. അവരുടെ ക്ലാസ്സിലെ സൂമിൻ എന്ന ആ പെൺകുട്ടിയോട് 3 എണ്ണത്തിനും കട്ടപ്രേമം. എങ്ങനെ ഈ ഒരു പ്രണയം തുറന്നു പറയുന്ന ഡോങ്കുവും കിമ്മും തല പുകച്ചിരിക്കുമ്പോഴാട്ടെ ആ കൂട്ടത്തിലെ ചീഹോയ്ക്ക് അങ്ങനെ ഒരു ഡൗട്ടോ ടെൻഷനോ ഉണ്ടായിരുന്നില്ല. കാരണം അവർ ഓൾറെഡി പെൺകുട്ടികളോടൊക്കെ മിണ്ടിയും അവരെ ലൈൻ അടിച്ചൊക്കെ നല്ല പരിചയമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവൻ ആദ്യമേ അവന്റെ പ്രണയം തുറന്നു പറഞ്ഞ് തന്റെ ഭാഗം സേഫ് ആക്കാന്ന് വിചാരിച്ച് നേരെ പോകുന്നുണ്ട് സൂമിന്റെ അടുത്തേക്ക്. അവളെ മാറ്റി നിർത്തി സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവന്റെ കോഴി സ്വഭാവം പുറത്തു വരുന്നു. അവൻ അവളുടെ ചെസ്റ്റിൽ ഒന്ന് തട്ടുന്നു. അത് ഭയങ്കര ഇഷ്യൂ ആയി മാറുന്നുണ്ട്. ചീഹോ സൂമിനോട് ഇങ്ങനെ ചെയ്തത് സൂമിനെ ഇഷ്ടപ്പെടുന്ന ഡോങ്കു അറിയുമ്പോൾ അവൻ കലി ഇളകിതേ ചീഹോയുമായി ക്ലാസ്സിൽ കിടന്ന് അടിയുണ്ടാക്കുന്നു. ആ അടി നിർത്താനായി കിം ഇടപെടേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ചുമ്മാ ഒരു പെണ്ണിന്റെ പേരിൽ അടിയിടാതെ ആരവളെ പ്രണയിക്കണമെന്നത് നമുക്ക് തീരുമാനിക്കാം എന്നൊരു ധാരണയിൽ അവർ വരുന്നുണ്ട്. സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിച്ച് അതിൽ ആര് ജയിക്കുന്നോ അവർ സോമനോട് പ്രപ്പോസ് ചെയ്യട്ടെ എന്ന രീതിയിൽ അവരൊരു ധാരണയിലെത്തി. അങ്ങനെ സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിക്കുമ്പോൾ അതിൽ ചീഹോ ആണ് വിജയിക്കുന്നത്. അങ്ങനെ അവൻ അവളെ പ്രപ്പോസ് ചെയ്യാനായി പോകുന്നുണ്ട്. പക്ഷെ അവന്റെ ഞാൻ മുന്നേ പറഞ്ഞ അതേ കോഴി സ്വഭാവം മൂലം പ്രപ്പോസ് ചെയ്ത് അവൻ ഒടുക്കം അവളുടെ അടി കൊണ്ടാണ് വരുന്നത്. എന്തായാലും ഹൈസ്കൂൾ തീരുന്നതിന് മുന്നേ ഒരു പെൺകുട്ടിയെ പ്രണയിക്കണമെന്ന 3 എണ്ണത്തിന്റെയും ആഗ്രഹം നടക്കാതെ അവർക്ക് ഹൈസ്കൂളിലെ പഠനം പൂർത്തിയാക്കേണ്ടി വരുന്നുണ്ട്. ഇനി ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. ഒന്നെങ്കിൽ ജോലിക്ക് അല്ലെങ്കിൽ ഉപരിപഠനത്തിന്. ഞാൻ മുന്നേ പറഞ്ഞ കണക്ക് തന്നെ വലിയൊരു കമ്പനിയിൽ ജോലിക്ക് കയറണമെന്ന ആഗ്രഹമുള്ള കിം ഉപരിപഠനത്തിന് പോകാം, അതുവഴിയാണ് വലിയ കമ്പനിയിൽ ജോലി കിട്ടുക എന്ന ഡിസിഷൻ ആണ് എടുക്കുന്നത്. ഡോങ്കു ആയിട്ട് അവന്റെ വീട്ടിലെ സാഹചര്യം കൊണ്ട് തുടർന്ന് പഠിക്കാനുള്ള സിറ്റുവേഷൻ തനിക്കില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് ജോലിക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഒപ്പം തന്നെ വലിയൊരു കാർട്ടൂണിസ്റ്റ് ആവുക എന്നൊരു ആഗ്രഹവും അവന്റെ മനസ്സിലുണ്ട്. ചീഹോയ്ക്ക് ജോലിക്ക് പോകണോ ഉപരിപഠനത്തിന് പോകണോ എന്ന് തീരുമാനിക്കാൻ വയ്യ. അവൻ കുറെ നേരം കൺഫ്യൂസ്ഡ് ആയി നിൽപ്പുണ്ടെങ്കിലും ഒടുക്കം രണ്ടും വേണ്ട, ചുമ്മാ ഇരിക്കാം, അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടി എന്നൂടെ ഹൈസ്കൂളിൽ പഠിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ 3 പേരും 3 വഴിക്ക് പോകുന്നതിന് മുന്നേ അവർ എന്നും ഒത്തുകൂടാറുണ്ടായിരുന്ന അതേ റെസ്റ്റോറന്റിൽ വീണ്ടും ഒത്തുകൂടുന്നു. അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ച് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇപ്പോഴും അവർക്ക് പ്രണയമില്ല എന്നത് ഒരു കുറവായി തന്നെ 3 എണ്ണത്തിനും ഫീൽ ആവുന്നുണ്ട്. നമ്മൾ 20കളിലേക്ക് കടക്കാണ്. അതിന് മുന്നേ ഒരു പ്രണയം സെറ്റ് ആക്കണമെന്ന് അവർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിനക്കൊക്കെ എന്തറിയാടാ, ഞാൻ ഇപ്പൊ ഒരു പെണ്ണിനെ സെറ്റ് ആക്കി കാണിച്ചു തരാമെന്നും പറഞ്ഞ് ചീഹോ വീം വിളക്കുന്നു. അതിന്റെ ഭാഗമായി അവൻ അടുത്ത ദിവസം ഒരു പെൺകുട്ടിയെ എങ്ങനെയൊക്കെയോ പറഞ്ഞു മയക്കി അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുന്നു. അവിടെ അവൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കാണാനായിട്ട് ഡോങ്കുവും കിമ്മും കബോർഡിൽ ഒളിച്ച് നിപ്പുണ്ട്. പതിയെ അവൻ ആ പെൺകുട്ടിയെ കിസ് ചെയ്യാനും അടുക്കാനും ശ്രമിക്കുമ്പോൾ കൺട്രോൾ പോകുന്ന 2 എണ്ണവും കബോർഡിൽ ഒളിച്ചിരിക്കാതെ ഡോറ് തട്ടി തുറന്ന് ദേ കിടക്കുന്നു താഴെ. അതോടുകൂടി പറയണ്ടല്ലോ, നല്ല അടി ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് ചീഹോയ്ക്ക് കൊള്ളേണ്ടി വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കിമ്മിനെ കാണുമ്പോൾ അവൻ ആഗ്രഹിച്ച കണക്ക് ഉപരിപഠനത്തിന് ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴും അവന് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ തനിക്കൊരു ഗേൾ ഫ്രണ്ട് വേണമെന്ന ആ ഒരു ശക്തമായ ആഗ്രഹം ഉള്ളിലുണ്ട്. അതിനായിട്ടുള്ള ശ്രമങ്ങളും നൈസായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിലും ഞാൻ മുന്നേ പറഞ്ഞിരുന്നില്ല, ആളൊരു ഇൻട്രോവേർട്ട് ആണ്. പെൺപിള്ളേരുടെ അങ്ങോട്ട് എന്ന് മിണ്ടാനൊക്കെ വലിയ മടിയാണ്. അതുകൊണ്ട് അതിന് മുതിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവിടെ അവനൊരു സുഹൃത്തിനെ ലഭിക്കുന്നു. ആ ഫ്രണ്ടിന്റെ കൂടെ ഫ്രഷേഴ്സ് പാർട്ടിക്ക് അന്ന് പോകുന്ന കിം അവിടെ ഡ്രിങ്ക്സ് അടിക്കുന്നുണ്ട്. കിം പിന്നെ ഡ്രിങ്ക് അല്ലാണ്ടാവും. പിന്നെ സ്നിക്കേഴ്സ് കഴിച്ചാലും ഒരു രക്ഷയില്ല. ആ കെട്ട് മാറാതെ ഒരു പണിയും നടക്കില്ല. അങ്ങനെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആവുന്ന അവൻ ബോധം മറയുന്നതിന് മുന്നേ അവിടെ ഒരു പെൺകുട്ടി അവ്യക്തമായി കാണുന്നുണ്ട്. അടുത്ത ദിവസമാട്ടെ ഡ്രിങ്ക്സിന്റെ കെട്ടൊക്കെ മാറി കോളേജിലേക്ക് പോകുന്ന വഴി അവൻ അതേ പെൺകുട്ടിയെ വീണ്ടും കാണുന്നു. പെൺകുട്ടിയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ ഇത് ഇന്നലെ ഞാൻ കണ്ട പെണ്ണല്ലേ എന്ന് അവനിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ആ പെൺകുട്ടി അവന്റെ അടുത്ത് വന്ന് സംസാരിച്ച് അവനുള്ള അതേ കോളേജിലേക്കാണ് താനെന്നും ലിഫ്റ്റ് വേണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ തന്റെ ഇൻട്രോവേർട്ട് സ്വഭാവമൊക്കെ മറന്ന് വേഗം വണ്ടിയിൽ ചാടി കയറി പോകുന്നു. അങ്ങനെ പോകുന്ന വഴി സംസാരിക്കുമ്പോഴല്ലേ ഇത് തന്റെ കോളേജ് സീനിയർ ആണ്, പുള്ളിക്കാരി നല്ല കാശുള്ള പെണ്ണാണ് എന്നൊക്കെ അവൻ അറിയുന്നത്. എന്തായാലും സീനിയർ ആയാൽ എന്താ, ലൈൻ അടിക്കാൻ ഒരു പെണ്ണ് വേണം. ഒരു കാശുകാരിയായ അത്രയും കാര്യമെന്ന മട്ടില് അവൻ പകൽക്കിനാമൊക്കെ കണ്ട് നടക്കുമ്പോൾ അവൻ ഈ സീനിയർ പെണ്ണിന്റെ കൂടെ കാറിൽ കോളേജിൽ വന്നിറങ്ങുന്ന കാഴ്ച കാണുന്ന അവന്റെ ഫ്രണ്ട് അവന്റെ നിപ്പൊക്കെ കണ്ട് കാര്യം മനസ്സിലാക്കുന്നുണ്ട്. എടാ, നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല പുള്ളിക്കാരി നിനക്ക് ലിഫ്റ്റ് തന്നത്. ഇന്നലെ നീ ആ പാർട്ടിക്കിടയിൽ ഡ്രിങ്ക്സ് അടിച്ച് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് ഓർമ്മയുണ്ടോ? ആ കാര്യങ്ങളുടെ പുറത്താ, അല്ല നീ വിചാരിക്കുന്ന കണക്കൊന്നും അല്ലാന്ന് ഫ്രണ്ട് പറഞ്ഞ് ആ വീഡിയോ കാണിക്കുമ്പോഴാണ് താൻ ഇന്നലെ ഡ്രിങ്ക്സ് അടിച്ച് എന്തൊക്കെ
ഒക്കെ അവിടെ കിടന്ന് കാണിച്ചു എന്ന ബോധം കിമ്മിന് വരുന്നത്. അവനാകെ നാണക്കേട് വരുന്നു. സിമ്പതിയുടെ പുറത്ത് തന്നെ പുള്ളിക്കാരി സഹായിച്ചതാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കിം ആകെ ചമ്മിപ്പോന്നു. അപ്പോഴേക്കും ഡോങ്കു ആകട്ടെ ഉപരിപഠനത്തിന് പോകാനായി അവന്റെ ഫാമിലിയുടെ സാഹചര്യം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ പല പാർട്ട് ടൈം ജോലികൾക്കും പോകുന്നുണ്ട്. എന്നിരുന്നാലും വലിയൊരു കാർട്ടൂണിസ്റ്റ് ആവണമെന്ന അവന്റെ ആഗ്രഹത്തിന് വേണ്ടി അവൻ ആർട്ട് ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ ആർട്ട് ക്ലാസ്സിന് പോകുന്ന ദിവസമാണ് അവിടെ വെച്ച് കിമ്മിന്റെ സഹോദരിയെ ഡോങ്കു കാണുന്നത്. ഓൾറെഡി ഡോങ്കുവിനെ തന്റെ ചേട്ടന്റെ സുഹൃത്തെന്നറിയാവുന്ന കിമ്മിന്റെ സിസ്റ്ററായ സോ ഡോങ്കുവിനെ കാണുമ്പോൾ തന്നെ ഇറിറ്റേറ്റ് ചെയ്ത് അവന് പിറകെ നടക്കാണ്. ഡോങ്കു ആകട്ടെ വീട്ടിൽ നിന്ന് മാറിയാണ് ഇപ്പൊ നിൽക്കുന്നത്. വീട്ടുകാരെയൊക്കെ അവൻ ജോലി ആവശ്യങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കുന്നു. അന്നാണെങ്കിൽ എല്ലാം തിരക്കും ജോലിയും ഒക്കെ കഴിഞ്ഞ് രാത്രി ഫുഡ് കഴിക്കാനായി ഒരു ഷോപ്പിലേക്ക് പോകുമ്പോഴാണ് തന്റെ കാർഡില് ബാലൻസ് ഒന്നും ഇല്ല എന്നത് അവൻ അറിയുന്നത്. അവൻ ഉണ്ടായിരുന്ന കാശിന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചപ്പോ അതില്ല. എവിടെ പോയതെന്ന് അറിയാനായി അമ്മ വിളിക്കുമ്പോ പെട്ടെന്ന് ഒരു ആവശ്യം വന്നപ്പോ ആ കാശ് എടുക്കേണ്ടി വന്നു എന്ന് അമ്മ പറയുന്നുണ്ട്. അന്ന് രാത്രി പട്ടിണി കിടക്കേണ്ടി വരുന്നുണ്ടെങ്കിലും താൻ കഴിച്ചില്ലെങ്കിലും വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ, അവരുടെ ഫുഡ് കഴിച്ച് ഹാപ്പി ആയിരിക്കുന്നല്ലോ എന്ന ആശ്വാസത്തിൽ അന്ന് അവൻ ഉറങ്ങുന്നുണ്ട്. കിമ്മിന്റെയും ഡോങ്കുന്റെയും ഒക്കെ ലൈഫ് ഈ രീതിയിൽ പോകുമ്പോ നമ്മുടെ ചീഹോ ഞാൻ മുന്നേ പറഞ്ഞ കണക്ക് പഠിക്കാൻ പോകാനോ ജോലിക്ക് പോകാനോ ഒന്നും ചെയ്യാതെ ചുമ്മാ കറങ്ങി അടിച്ച് അവന്റെ ജീവിതം കളയാണ്. ഇത് ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അവനെ പിടിച്ചിരുത്തി എന്താണ് നിന്റെ ഉദ്ദേശം, പഠിക്കാൻ താല്പര്യമുണ്ടോ അതോ ജോലി നോക്കുന്നോ എന്താണ് എന്ന് ചോദിക്കുമ്പോ ഒന്നിനും ഒരു താല്പര്യമില്ല, ചുമ്മാ ഇരിക്കുക, അതാണ് തനിക്ക് ഇഷ്ടമെന്ന് അവൻ പറയുമ്പോ അങ്ങനെ പോയാൽ ശരിയാവില്ല, ഒന്നെങ്കിൽ പഠിക്കുക അല്ലെങ്കിൽ ജോലിക്ക് പോകും, എന്തെങ്കിലും ഒന്ന് നീ ഉടനെ തീരുമാനിച്ചില്ലെങ്കിൽ നിനക്ക് പോക്കറ്റ് മണി ഒന്നും ഞാൻ തരില്ല എന്ന് അച്ഛൻ കട്ടായം പറയുമ്പോ അവൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ അവിടെ കിടന്ന് വാശി പിടിച്ച് ഉരുണ്ട് പെടയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കിമ്മിന് ആകെ ചമ്മി പോയിട്ടുണ്ടായിരുന്നെങ്കിലും ആ സീനിയർ പെൺകുട്ടിയെ മറക്കാനേ കഴിയുന്നില്ല. അവൻ അവളുടെ കാര്യം ആലോചിച്ചിരിക്കുന്നു. അവളോടൊന്നും മിണ്ടണമെന്ന് അവൻ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് കോളേജിൽ വെച്ച് കിമ്മിനെ കാണുന്ന ആ സീനിയർ തന്നെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. അവളുടെ പേര് ജൂൻ എന്നാണ്. അങ്ങനെ ജൂന്റെ കൂടെ അന്ന് ഡ്രിങ്ക്സ് അടിക്കാനായി പുറത്തു പോകുന്ന കിം വീണ്ടും ഡ്രിങ്ക്സ് അടിച്ച് അന്നത്തെ കണക്ക് നാണം കെടുന്ന ഇൻസിഡന്റ് ഒന്നും ഉണ്ടാക്കി വെക്കരുതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഡ്രിങ്ക്സ് അടിച്ച് അല്പം കഴിയുമ്പോൾ തന്റെ മനസ്സ് തുറക്കുന്ന ജൂൻ ആകട്ടെ അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം കിമ്മിനോട് പറയുമ്പോൾ അവൻ ആകെ പാടെ ഷോക്കായിരുന്നു. അവളെ എങ്ങനെയും പ്രണയിക്കാമെന്ന് കരുതിയിരുന്ന അവൻ വളരെ നിരാശയിൽ അത് കേട്ടിരിക്കുമ്പോഴാണ് ബോയ് ഫ്രണ്ടുമായി അവൾക്ക് നല്ല റിലേഷൻഷിപ്പ് അല്ല ഉള്ളത്, അവൻ ഭയങ്കര ടോക്സിക് ആണ്, അതാണ് ഇതാണെന്ന് അവനെ ഫുൾ കുറ്റം പറയുന്നത് കേൾക്കുമ്പോഴാണ് കിമ്മിന് സമാധാനമാകുന്നത്. എന്തായാലും അന്നാകെ ഡ്രിങ്ക്സ് അടിച്ച് ലെക്ക് കിടന്ന ജൂണിനെ കിമ്മാണ് സേഫായി താമസ സ്ഥലത്ത് കൊണ്ടാക്കുന്നത്. അങ്ങനെ എനിക്ക് ഒരു ദിവസം നമ്മുടെ കൂട്ടുകാർ കണ്ടുമുട്ടുന്നുണ്ട്. ഇപ്പോഴും ചീഹോയ്ക്ക് ഒരു തീരുമാനത്തിലും എത്താൻ കഴിഞ്ഞിട്ടില്ല. അവൻ ചുമ്മാ തല്ലിപ്പൊളിത്തരം കാണിച്ച് ടൈം പാസ് ചെയ്ത് നടപ്പാണ്. മൂന്നുപേരും രാവിലെ ഫുഡ് കഴിക്കാനായി ഒത്തുകൂടുന്നത് കിമ്മിന്റെ വീട്ടിലാണ്. അവിടെ കിമ്മിന്റെ സിസ്റ്റർ സോ ഉണ്ടല്ലോ, അവളെ കണ്ടപാടെ ഗ്രാജുവേഷന് ശേഷം ഇവിടെ ഞാൻ കല്യാണം കഴിക്കാന്ന് ചീഹോ അവിടെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോ അവന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ ആരും തന്നെ അത് ചെവി കേട്ട പോലെ ഭാവിക്കുന്ന പോലും ഇല്ല. അങ്ങനെ അവിടെ നിന്ന് മൂന്നുപേരും ചുമ്മാ ഒന്ന് കറങ്ങാനായി ഇറങ്ങുമ്പോ റോഡ് സൈഡിൽ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ചീഹോ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അവളുടെ മുന്നിൽ ഒന്ന് ആള് കളിക്കാമെന്ന് തീരുമാനിക്കുന്ന ചീഹു ഓടിച്ചിരുന്ന കാറ് സ്പീഡിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് കൊണ്ട് നിർത്തി. പെട്ടെന്ന് നമ്മളിങ്ങനെ ഞെട്ടുമല്ലോ, ആ സമയം അവൾ നമ്മളെ ശ്രദ്ധിക്കുമല്ലോ എന്ന് ചില ഐഡിയാസ് പറയുമ്പോൾ കൂട്ടുകാർക്ക് അതിൽ നല്ല പേടിയുണ്ട്. പക്ഷെ തന്റെ ഐഡിയയുമായി മുന്നോട്ട് പോകുന്ന ചീഹോ അവളുടെ അടുത്തേക്ക് കാറ് ചീറിപ്പാഞ്ഞു കൊണ്ടുപോകുന്നുണ്ട്. ബ്രേക്ക് ചവിട്ടുന്നുണ്ട് കറക്റ്റായി, പക്ഷെ ചവിട്ടുമ്പോഴേക്കും അവൾക്ക് വണ്ടിയുടെ ഇടിയേറ്റിരുന്നു. തുടർന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഭാഗ്യവശാൽ സാരമായ ഒരു പരിക്കും ഇല്ല. എന്നിരുന്നാലും ആ പെൺകുട്ടി നല്ലൊരു തുക തന്നെ നഷ്ടപരിഹാരമായി ചോദിച്ചിരിക്കുന്നു. ഓൾറെഡി ഒരു തീരുമാനവും അറിയിക്കാത്തതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പോക്കറ്റ് മണി നല്ലവണ്ണം കുറച്ചാണ് കിട്ടുന്നത്. അതിന്റെ കൂടെ ഇതും കൂടി പോയി പറഞ്ഞാല് നല്ല പണി കിട്ടുമെന്ന് മനസ്സിലാക്കുന്ന ചീഹോ ആ പെൺകുട്ടി എങ്ങനെയും പറഞ്ഞ് സോപ്പിട്ട് ഇതിൽ നിന്നൊന്ന് എസ്കേപ്പ് ആകാമെന്ന് ചിന്തിക്കുന്നുണ്ട്. എന്റെ കയ്യിൽ കാശൊന്നും ഇല്ലാന്നൊക്കെ അവൻ പറഞ്ഞു നോക്കുമ്പോ താൻ ഒരു ഡ്രാമ ആക്ട്രസ് ആയി വർക്ക് ചെയ്യുകയാണെന്നും തന്റെ അസിസ്റ്റന്റ് ആയി കുറച്ചു ദിവസം ഒന്ന് കൂടിയാല് കാശ് തരാതെ ഒത്തുതീർപ്പാക്കുന്നതിനെ പറ്റി നോക്കാമെന്നും അവൾ പറയുന്നു. ആ പെൺകുട്ടിയുടെ പേര് യുൻഹെ എന്നാണ്. അങ്ങനെ മനസ്സോടെ ചുമ്മാ ഓരോന്ന് ചെയ്ത് തല്ലിപ്പൊളിയായി നടക്കേണ്ട ഒരു സമയം ഇതുപോലെ ഒരു ജോലി കണക്ക് ഒരു റൊട്ടീൻ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ചീഹോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അവൻ അവളുടെ അസിസ്റ്റന്റ് ആയി കൂടുന്നു. ആദ്യമൊക്കെ അത് ചീഹോയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിലും പതിയെ അവൻ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. യുൻഹയുടെ പിറകിന് ചീഹോ നടക്കുന്നുണ്ടെങ്കിലും ഒരു വഴിയിലൂടെ അന്ന് അവൻ സ്കൂളിൽ വെച്ച് പ്രപ്പോസ് ചെയ്തിട്ട് അവനെ അടിച്ച ആ പെണ്ണുണ്ടല്ലോ സോമിൻ, അവളെയും അവൻ ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പതിയെ യുൻഹയുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഡേറ്റിംഗിലേക്ക് മാറുന്നുണ്ട്. പക്ഷേ അതിന്റെ ഇടയിൽ യുൻഹയ്ക്ക് മറ്റു ബോയ് ഫ്രണ്ട്സ് ഉണ്ട് എന്നൊരു കാര്യത്തെ പറ്റി ചീഹോ കുത്തി സംസാരിക്കുമ്പോൾ നിനക്കും ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ട് തന്നെയല്ലേ നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ വന്നത്, എന്നിട്ട് എന്തിനാ എന്നെ മാത്രം ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്ന് അവൾ തിരിച്ചു ചോദിക്കുമ്പോൾ അങ്ങനെ ഇവർക്കിടയിലും ബ്രേക്കപ്പ് ആവുന്നു. ഓൾറെഡി തന്റെ ഗേൾ ഫ്രണ്ടായി കൂടെ ഉണ്ടായിരുന്ന സോമിനെ ബ്രേക്കപ്പ് ചെയ്ത് യുൻഹയുടെ പിറകെ കൂടാന്ന് വിചാരിച്ച ചീഹോയ്ക്ക് ഇപ്പോൾ രണ്ടും തന്നെ ഇല്ലാണ്ടാവുകയാണ്. അതിന്റെ ഇടയിൽ ഡോങ്കോന് വലിയ പ്രശ്നം വരുന്നു. അവൻ ആഗ്രഹിച്ച കണക്ക് കാർട്ടൂണിസ്റ്റ്
ആവണം എന്നതുകൊണ്ട് അതിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഫുൾ ടൈം ജോലിക്ക് പോകാതെ പല പാർട്ട് ടൈം ജോലികൾക്കായി പോയി ഇടവേളയിൽ കിട്ടുന്ന സമയത്ത് ആർട്ട് ക്ലാസ്സിന് പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ കിട്ടുന്ന കാശൊന്നും തന്നെ അവന്റെ ചിലവിന് തികയുന്നില്ല. വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം, അമ്മയ്ക്ക് ചികിത്സയ്ക്ക് വേണം, അനിയൻ ഉപരിപഠനത്തിന് വേണം, അവന്റെ ക്ലാസ്സിന് കൊടുക്കാൻ വേണം, വാടകയ്ക്ക് കൊടുക്കാൻ വേണം, മറ്റു ചിലവുകളുണ്ട്. അങ്ങനെ ആർട്ട് ക്ലാസ്സിന് ഫീസ് കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവനാവുന്നു. അതിന്റെ ഒപ്പം അമ്മയ്ക്ക് ചികിത്സയ്ക്ക് ഒരുപാട് കാശ് ആവശ്യം വരുന്നു. അമ്മയുടെ അസുഖം കൂടുമ്പോൾ ആകെ അവൻ തകർന്നു പോകുന്ന സമയത്ത് അവന്റെ അങ്കിളാണ് അവനെ വന്ന് കണ്ട് സംസാരിക്കുന്നത്. അങ്കിളിന് ഒരു ചെറിയ കമ്പനി ഉണ്ട്. അവിടെ ഒരു ഫുൾ ടൈം എംപ്ലോയി ആയി വരാനായി ഡോങ്കുവിനെ നിർബന്ധിക്കുന്നു. ഡോങ്കുവിന് താല്പര്യമില്ലെങ്കിലും അത് ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവൻ പോവുകയാണ്. അപ്പോഴേക്കും കിം ഒരുവിധം സീനിയർ പെൺകുട്ടിയായ ജൂണുമായി നല്ലൊരു അടുപ്പം സ്ഥാപിച്ചിരുന്നു. കാരണം ജൂൺ പറഞ്ഞ കണക്ക് അവളുടെ ടോക്സിക് ആയ ബോയ് ഫ്രണ്ട് പിന്നീട് അവളെ കുറെ നാൾ കോണ്ടാക്ട് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ കിമ്മും ജൂണും നല്ലവണ്ണം കമ്പനി ആവുന്നുണ്ട്. അങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായി ജൂണിന്റെ കൂടെ കിം പോകുന്ന സമയത്ത് അവിടേക്ക് കടന്നു വരുന്ന ഒരു ലേഡി ജൂണിനെ കർണത്തടിക്കുകയും അവരുടെ ലൈഫ് നശിപ്പിക്കാൻ നോക്കുന്നതിന്റെ പേരിൽ അവളോട് ആക്രോശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് കിമ്മിന് മനസ്സിലാവുന്നില്ല. അടി കൊണ്ടിട്ടും പ്രതികരിക്കാതെ തല കുനിച്ച് അവിടെ ഇരിക്കുന്ന ജൂണിനോട് അവൻ എന്തെന്ന് ചോദിക്കുന്ന സമയം അങ്ങോട്ടേക്ക് കടന്നു വരുന്ന പ്രൊഫസർ ജൂണിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ സമയത്താണ് ഒരു ഞെട്ടലോടുകൂടി കിം തിരിച്ചറിയുന്നത് അവൻ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന അവളുടെ ബോയ് ഫ്രണ്ട് മറ്റാരുമല്ല, വിവാഹിതനായ ഈ പ്രൊഫസറാണ് എന്നത്. അവൻ ആകെ തകർന്നു പോയി. അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ ശേഷം സൂമിനും കിമ്മും കണ്ടുമുട്ടുന്നുണ്ട്. രണ്ടുപേരും ബ്രേക്കപ്പിലൂടെ കടന്നു പോകണല്ലോ. സൂമിൻ ചീഹോയുമായുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി, കിമ്മിന് നമ്മുടെ സീനിയർ ജൂണുമായുള്ള റിലേഷൻഷിപ്പും ബ്രേക്കപ്പ് ആയി. അതുകൊണ്ട് തന്നെ അവർ ബ്രേക്കപ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടികളെല്ലാം എന്താ ബാഡ് ബോയ്സിനെ പ്രണയിക്കുന്നത്, നല്ല പയ്യന്മാരുണ്ടായിട്ടും എന്താ അവരാരും അവരെ കണ്ടെത്തി പ്രണയിക്കാതെ ഈ മോശം റിലേഷൻഷിപ്പുകളിലേക്ക് പോയി ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നതെന്നെല്ലാം കിം ചോദിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഇനി മുതൽ ഒരു ബാഡ് ബോയ് ആകാൻ പോവാ, അപ്പൊ എന്നെ ആരെങ്കിലും പ്രണയിക്കുമല്ലോ എന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. നിന്നെ കൊണ്ടൊന്നും അതിന് കഴിയില്ല, കൂടാതെ നിന്റെ ഈ ഫസ്റ്റ് റിലേഷൻഷിപ്പ് നിനക്ക് ഇങ്ങനെ മറക്കാൻ കഴിയില്ലെന്ന് സോമിൻ പറയുമ്പോ എന്റെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് ഞാൻ ഈ പറഞ്ഞ സീനിയർ പെൺകുട്ടിയല്ല, മറിച്ച് എനിക്ക് ആദ്യമായി എന്റെ ലൈഫിൽ ഇഷ്ടം തോന്നിയത് നിന്നോടാണെന്ന്. സ്കൂൾ കാലഘട്ടത്തിലെ അവളെ ഇഷ്ടമായിരുന്നു, പക്ഷെ കൂട്ടുകാർക്കിടയിൽ അവളോട് ഒരു ഇഷ്ടത്തിന്റെ പേരിൽ മത്സരം വന്നപ്പോ വിട്ടുകൊടുത്തതാണ് താനെന്ന് അവൻ അവളെ അപ്പോഴാണ് അറിയിക്കുന്നത്. ഇതിന്റെ ഇടയിൽ നമ്മുടെ കിമ്മിന്റെ അനിയത്തി സു ഡോങ്കുവിനോട് അവളുടെ ഇഷ്ടം തുറന്നു പറയുന്നുണ്ട്. പെട്ടെന്ന് ഒരു മറുപടി വേണ്ട, ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതിയെന്ന് അവൾ പറഞ്ഞിട്ട് ഓടിപ്പോകുമ്പോ അവൻ അവളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഡ്രാമ ആക്ട്രസ് ആയ യുൻഹയുമായി ചീഹോയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവർ വീണ്ടും ഒന്നിക്കുന്നു. പക്ഷെ ആ സമയത്താണ് അവസരങ്ങൾക്ക് വേണ്ടി പലരുടെയും കൂടെ അഡ്ജസ്റ്റ്മെന്റിന് നിന്ന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് യുൻഹയ്ക്ക് എന്ന കാര്യം അവൾ ചീഹോയോട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെ ഒരാളെ ഗേൾ ഫ്രണ്ട് ആക്കാനോ അവളുടെ കൂടെ ഒരു കല്യാണ ജീവിതം മുന്നോട്ട് ചിന്തിക്കാനോ ചീഹോയ്ക്ക് താല്പര്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ അവൻ ആ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയി ബ്രേക്കപ്പ് ചെയ്യുന്നു. ആ ബ്രേക്കപ്പ് റിക്കവർ ചെയ്യാനായി അവന് കുറച്ചധികം നാള് വേണ്ടി വന്നു. അങ്ങനെ ഇരിക്കെയാണ് വളരെ യാദൃശികമായി പുറത്തു പോകുന്ന ചീഹോയും ഡോങ്കുവും കിമ്മിനെയും സൂമിനെയും ഒന്നിച്ചു കാണുന്നത്. അതെ, കിമ്മിന്റെ ഫസ്റ്റ് ലവ് താനായിരുന്നു എന്നറിഞ്ഞ സൂമിൻ അവനെ പ്രണയിക്കാനായി തീരുമാനിച്ചിരുന്നു. അവനും അങ്ങനെ അവളെ ഡേറ്റ് ചെയ്യാനായി ആരംഭിച്ചിരുന്നു. ഈ ഒരു കാര്യം ചീഹോയ്ക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവൻ ബ്രേക്കപ്പ് ചെയ്ത പെൺകുട്ടി അവന്റെ ഫ്രണ്ട് ഇപ്പൊ പ്രണയിക്കുന്നത്, പ്രത്യേകിച്ച് അവൻ ഒരു ബ്രേക്കപ്പിലൂടെ ഇപ്പൊ കടന്നുപോയി നിൽക്കുമ്പോൾ അവനത് ഭയങ്കരമായ ഒരു ഇഷ്ടക്കേട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഡോങ്കു കിമ്മിന്റെയും സൂമിന്റെയും റിലേഷൻഷിപ്പിന് എല്ലാവിധ വിശ്വസും നേരുന്നു. ഇതിന്റെ ഇടയിൽ ഡോങ്കു ആലോചിച്ചൊരു തീരുമാനമെടുക്കുന്നു. അവന്റെ പാർട്ട് ടൈം ജോലിയും ആർട്സ് പഠനവും ഒക്കെ അവസാനിപ്പിച്ച് അമ്മാവൻ പറഞ്ഞ കണക്ക് കമ്പനിയിൽ ജോയിൻ ചെയ്യാനായി തീരുമാനിച്ച് അവൻ അമ്മയെ ചെന്ന് കണ്ട് ഈ കാര്യം അറിയിക്കുന്നുണ്ട്. ഒപ്പം അമ്മയോട് താൻ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ട്, അത് സൂ ആണെന്ന കാര്യങ്ങളും അവൻ പറയുന്നു. അവൻ അങ്ങനെ എംപ്ലോയി ആയി പോകാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെ ഹെയർ സ്റ്റൈൽ ഒക്കെ ചേഞ്ച് ചെയ്ത് സർപ്രൈസ് ആയി ഈ കാര്യം സൂവിനെ അറിയിക്കാനായി വരുന്നു. അവിടെ സൂ മാത്രമല്ല ഉണ്ടായിരുന്നത്, കിമ്മും സൂമിനും ഒപ്പം ചീഹോയും വരുന്നു. അവന്റെ സ്വപ്നങ്ങളെ മറന്ന് അവൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് അവരെയൊക്കെ സങ്കടപ്പെടുത്തുന്നുണ്ട്. കാരണം അവൻ എത്രത്തോളം ഒരു കാർട്ടൂണിസ്റ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് അവർക്കറിയാം. കുറച്ച് കാശ് കൊടുത്ത് അവന്റെ തീരുമാനം ഒന്ന് മാറ്റിയെടുക്കാനായി ചീഹോ നോക്കുന്നു. ഈ ഒരു കാശിന് വേണ്ടിയാണ് നീ നിന്റെ സ്വപ്നങ്ങൾ മറക്കുന്നെങ്കിൽ അത് ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ്, ഇതാണ് ഇപ്പൊ വേണ്ടതെന്ന് തന്നെ അവൻ ഉറച്ചു പറയുന്നുണ്ട്. അങ്ങനെ അവൻ റെസ്റ്റോറന്റിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ആ റെസ്റ്റോറന്റിലെ ഓണറിന്റെ അടുത്തേക്ക് കുറച്ച് ഗുണ്ടകൾ എത്തുന്നുണ്ട്. ആള് കടം വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ അത് പിരിക്കാൻ എത്തിയവരായിരുന്നു അവർ. ആ റെസ്റ്റോറന്റ് ഓണറിന്റെ ഭാര്യയോട് പോലും അപമര്യാദയായി പെരുമാറാനായി അവർ നോക്കുമ്പോൾ അത് കണ്ടു നിൽക്കാനായി നമ്മുടെ പയ്യന്മാർക്ക് കഴിഞ്ഞില്ല. ചീഹോ ചാടി വീണ് അവിടെ അടിക്ക് തുടക്കം കുറിച്ച് ബാക്കിയുള്ളവർ അത് ഏറ്റുപിടിച്ച് അങ്ങനെ ആ ഗുണ്ടകൾ അവിടെ നിന്ന് അടിച്ചോടിക്കുന്നുണ്ട്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ കിമ്മിന്റെ സോമിന്റെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. റേസിംഗിൽ അപ്പോഴേക്കും കിമ്മിന് ഒരു കമ്പം തോന്നി തുടങ്ങിയിരുന്നു. ഇതേ ടീം ഡോങ്കു എംപ്ലോയി ആയി അമ്മാവന്റെ കമ്പനിയിൽ പോവാണ്. നല്ല രീതിയിൽ അവന്റെ ആ ജോലിയും അതിനുശേഷമുള്ള ഫ്രീ സമയത്ത് അവൻ കോമിക്കുകൾ എഴുതി പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. ആ കോമിക്കുകൾക്ക് നല്ല റെസ്പോൺസും ലഭിക്കുന്നു. അപ്പോഴേക്കും ഡയറക്ഷനിൽ ഒരു കമ്പം തോന്നിയ ചീഹോ അതാണ് തന്റെ ഫ്യൂച്ചർ എന്ന് ഉറപ്പിച്ച് ഡയറക്ഷൻ പഠിക്കാനായി അസിസ്റ്റന്റ് ഡയറക്ടറായി ചേരുന്നുണ്ടെങ്കിലും അധികം വൈകാതെ അത് തനിക്ക് പറ്റിയ പണിയേ അല്ല എന്ന് മനസ്സിലാക്കുന്ന അവൻ അത് അവസാനിപ്പിച്ചെടുക്കും. വീണ്ടും ഇനി എന്തെന്നറിയാത്ത സാഹചര്യം
സാഹചര്യത്തിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ ചുമ്മായിരിപ്പിന്റെയും തിരക്കുകളുടെയും ഇടയിൽ കുറച്ച് ഫ്രീ ടീം കിട്ടുമ്പോൾ 3 കൂടി ട്രക്കിങ്ങിന് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് കിമ്മിനെയും ചീഹോയെയും ഞെട്ടിച്ച് ഡോങ്കു കിമ്മിന്റെ സഹോദരി സൂവിനെ താൻ പ്രണയിക്കുന്നു എന്ന കാര്യം അറിയിക്കുന്നത്. ഇത് കേട്ട് ചീഹോ ആകെ വണ്ടറാവുന്നുണ്ട്. ഒരുത്തൻ കൂട്ടത്തിലെ ഒരാളുടെ എക്സ് ഗേൾ ഫ്രണ്ടിനെ പ്രണയിക്കുന്നു. നമ്മുടെ കിമ്മ് സോമിനെ പ്രണയിക്കുന്ന കാര്യമാണ് ചീഹോ കുത്തുന്നത്. മറ്റൊരുത്തനായിട്ട് കൂട്ടുകാരന്റെ പെങ്ങളെ പ്രണയിക്കുന്നു. എന്തായാലും നല്ല പുകില് തന്നെ എന്ന് പറഞ്ഞ് ചീഹോ ഇരിക്കുമ്പോ, എടാ നീ എന്റെ പെങ്ങളെ പ്രേമിക്കടോ എന്ന് ചോദിച്ച് കിം ഒരു കല്ലുമായി ഡോങ്കുവിനെ ഓടിക്കുമ്പോ, എന്റെ പൊന്നളിയ ഞാൻ അവളെ പ്രണയിക്കുന്നടാ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഡോങ്കു ഓടുമ്പോ കല്ലുമായി കിം പുറകെ തന്നെയുണ്ട്. രണ്ടെണ്ണത്തിന്റെയും ഓട്ടം കണ്ട് നമ്മുടെ ചീഹോവും പുറകെ വെച്ച് പിടിക്കുന്നു. അങ്ങനെ ഇവന്മാരുടെ ഈ തരികിട അലുകുലത്ത് ഫ്രണ്ട്ഷിപ്പ് പൂർവാധികം ശക്തിയില് എന്തൊക്കെ വന്നാലും മുന്നോട്ട് പോയിരിക്കും എന്നത് കാണിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.